ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ ഇന്ന് വളരെ പോസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ ഞാൻ സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, പ്രോസ്പെറിറ്റി ബിഗിൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഇമോഷണൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രയംഫന്റ് ആൻഡ് സക്സസ് ആണ്, ഈസ് ഓഫ് സോഴ്സ് ആണ്, ആക്സിലറേറ്റഡ് മോഷൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർ ഓഫ് വൺസ് ആണ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്. അപ്പം നിങ്ങൾ ദീർഘകാലത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലം ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അതിന് ഫലം കാണുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും അത് ആ ഒരു കാര്യത്തിൽ ശരിക്കും എക്സൈറ്റഡ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വാസം കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഡിവൈനിലുള്ള വിശ്വാസം കൂടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളൊരു സ്പിരിച്വൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരിക്കും. കാരണം എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ ദൈവം തരുന്നുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ട്. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കാണുന്നതിലും അപ്പുറമാണെന്നാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതിലപ്പുറമുള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്. എന്ത് കാര്യത്തെയും താങ്ങി നിർത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. നിങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നേരെ ആ ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ളൊരു അവസരം ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഇത്രമാത്രം സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. കാരണം അത്രയും ഹൈ എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പം എന്ത് വന്നാലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വളരെ ഹാപ്പിയാണ് എന്ന് കാണുന്നുണ്ട്. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് കാത്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ഇമോഷണൽ വിഡ്രാവൽ എന്ന് പറയുമ്പോൾ ഒരു 8 of Cups ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ എനർജിയും പോയി, നിങ്ങൾ വല്ലാത്ത നഷ്ടബോധത്തിലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ വളരെ ശരിക്കും നിങ്ങളുടെ എനർജി ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാരാണ്. അത് ആ ആൾക്കാർക്ക് ശരിക്കും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി. പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. ശരിക്കും ഒരു ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നു തുടങ്ങിയെന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സമയങ്ങളിൽ, ഈ അടുത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഗുഡ് ലക്ക്, ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വല്ല കുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഴുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് ഭാഗ്യമില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ശരിക്കും ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നു. പിന്നെ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ സ്വന്തമായിട്ടൊരു വീടോ ഒരു വണ്ടിയോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസയൊന്നും കയ്യിലില്ലാതെ ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ. പക്ഷേ അത്
നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എത്താൻ ഒരു വഴി ദൈവം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു ബാധ്യത മാറ്റാനുള്ള, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടത്താനുള്ള ഒരു ഒരു പൈസ നിങ്ങളുടെ കയ്യിലേക്ക് ചിലപ്പം എത്തും. അപ്പോൾ എത്തും, അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ ചെയ്തു തുടങ്ങിയാൽ മതി, ഇതൊക്കെ പറ്റും എന്നുള്ളൊരു ഒരു ഒരു ഉറപ്പ്, ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക. പിന്നെ പലർക്കും ഇതിൽ ഈ പ്രോസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, നമ്മളെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരും. അപ്പോൾ പലർക്കും അതൊരു വാഹനമാകാം. അങ്ങനെ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ട്രയംഫന്റ് സക്സസ് ആണ്. ശരിക്കും നിങ്ങൾ പൊരുതി നേടിയ വിജയമാണത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരും ഫ്രീ ആയിട്ട് തന്നതല്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിതത്തോട് പൊരുതി നേടിയ ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ സോഴ്സാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ആലോചിച്ചാൽ, ആഗ്രഹിച്ചാൽ അതിനുള്ള വഴികളും ദൈവം തുറന്നു തരുന്നു എന്നുള്ളതാണ്. അപ്പം പല വഴികളും, ഒന്നല്ല പല വഴികൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. എന്തായാലും മെച്യൂരിറ്റിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു മെച്യൂർഡായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്. വളരെ പക്വതയോടെ, വളരെ പാകതയോടെ കാര്യങ്ങൾ നോക്കാനും കാര്യങ്ങളെ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒന്നിലും ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എടുത്തുചാട്ടം ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ആ എടുത്തുചാട്ടമൊക്കെ മാറ്റി നിങ്ങൾ വളരെ കാമാകുന്നു എന്ന് കാണുന്നുണ്ട്. മെച്യൂർഡാണ് നിങ്ങൾ എന്നുള്ളതാണ്. എലോൺലെസ് ആണ്. അപ്പം പലരും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഉണ്ടായിരിക്കാം. കാരണം കൂടെയുള്ളവരുടെ എനർജി നിങ്ങൾക്ക് അത്ര ശരിയാകുന്നുണ്ടായിരിക്കില്ല, നിങ്ങളത് മാച്ച് ആകുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ കൂടെ നിങ്ങൾ എപ്പോഴും ഇടപഴകുന്ന ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കമ്പനി നിങ്ങൾക്ക് ശരിക്കും ഒരു സ്ട്രെസ് തരുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം അവരുടെ ഇത് നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും സ്പിരിച്വൽ പാത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ സ്വഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇടപെടാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. പിന്നെ ചില ആൾക്കാർക്ക് ചില TV ന്യൂസ് പോലും കാണുന്നത് ഇഷ്ടമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് രാവിലെ ചിലപ്പം TV വെച്ചിട്ട് ആ ഒരു ന്യൂസ് നേരത്തെ കണ്ടിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ന്യൂസ് പോലും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, കുറേയധികം ആൾക്കാരാണ്. കാരണം ഇതിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ ഒറ്റയ്ക്ക് നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റിവിറ്റി പെട്ടെന്ന് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരിക്കും. ചില ആൾക്കാരെ നിങ്ങൾ ഒഴിച്ചു നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ആ ഒരു വേവ് ലെങ്തുമായിട്ട് ഒരു മാച്ച് അല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള കമ്പനി നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ടായിരിക്കാം. കാരണം അതാണ്. പിന്നെ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ മൊമെന്റ് ആണ്. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻസ്ഡ് ആയിരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഈ പ്രസന്റിലി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഈ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ എന്താണ് നിങ്ങളിലുള്ളത്, അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ക്രിയേറ്ററാണ്. അപ്പോൾ ശരിക്കും ഒരു യൂണിവേഴ്സുമായിട്ട് ശരിക്കും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ടെൻസ്ഡ് ആകുന്ന ഒരു സ്വഭാവം പതിയെ നിങ്ങൾക്ക് മാറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ പലർക്കും
ഇന്നേ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. ചിലർ ഒരു മ്യൂസിക് ക്ലാസ്സിനോ ഡാൻസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കഴിവ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരൊരു ചാനൽ തുടങ്ങുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം. അത് അതിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. അത് ചിലപ്പോൾ ഇന്ന് തുടങ്ങുമോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്യുമോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. റിബലാണ്, ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നേരത്തെ ഒരു റിബലായിരുന്നു എന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിനും നിങ്ങൾ റിബലായിരുന്നു. മാറി നിന്ന് നിങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ അല്ല നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഒരു കാര്യത്തിനും തർക്കിക്കാൻ പോകാതിരിക്കുന്നു എന്നുള്ളതാണ്. തർക്കമൊക്കെ മതിയാക്കിയിട്ട് നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ്. പലരും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവർ ആര് ചെയ്താലും അതിനൊന്നും റിയാക്ട് ചെയ്യാതായിട്ടുണ്ടായിരിക്കാം. അപ്പം ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും ആ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻ്റഗ്രേഷനാണ്. ഇപ്പോൾ ബാലൻസ് ആണ്. പലരും പല കാര്യങ്ങളും ഹീലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അത് ശരിക്കും നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വല്ലാത്ത ഹാപ്പിനെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ആ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ നിങ്ങൾക്ക് ശാന്തതയിലേക്ക് കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളും പണ്ട് ഈ സ്ട്രെസ് വന്നിട്ടുണ്ട്, സപ്രഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചമർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടത്താതെ നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു സ്ട്രെസ് നിങ്ങൾക്കുണ്ടായിരുന്ന അപ്പം ആ ഒരു സ്ട്രെസ്സൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തിറങ്ങിയാണ് നിങ്ങളുടെ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇന്നേ ദിവസത്തെ എനർജിയാണ് കേട്ടോ ഇത് പല ആൾക്കാർക്കും ഇത് ഇന്നേ ദിവസം കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ചിലർ പാസ്റ്റിൽ എന്തോ ഓർമ്മകളിൽ അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇമോഷണൽ വിഡ്രോവലും വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും പെയിൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല പ്രാവശ്യം അത് വീണ്ടും വീണ്ടും ഒരു ദിവസം പലതവണ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക്, വളരെ കുറച്ച് ആൾക്കാർക്ക് വീണ്ടും പാസ്റ്റിൽ നിന്നുള്ള ആ ഒരു ഓർമ്മകൾ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇന്നേ ദിവസം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞു പോയ ആ സ്ഥലത്തേക്ക് വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട്. ഷെയറിങ് ആണ്. അപ്പോൾ ശരിക്കും ഉള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹായ മനസ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് അത് സ്നേഹമാകട്ടെ, സപ്പോർട്ടാകട്ടെ, ഇപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു മദർ ഫിഗറാണിത്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും കെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പേഷ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇതിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ആരെങ്കിലും ഒരു ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആ സന്തോഷ വാർത്ത നിങ്ങൾ അറിയുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ശരിക്കും പ്രഗ്നൻ്റ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കപ്പിൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ വളരെയധികം കൂടി എന്നാണ്. ഇന്നേ ദിവസം ഒരു ഭക്തിയുടെ ഒരു ഇത് അതിപ്രസരം കൂടുതലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ ചിലപ്പോൾ
ഒരുപാട് നാമം ചൊല്ലുവോ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിൽ കുറേ കൂടുതൽ സമയം ഇരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിനെ വളരെയധികം നിങ്ങൾക്ക് ഒരു ശാന്തതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ചില ആൾക്കാർ മാത്രമാണ് പാസ്റ്റിലെ കാര്യം ആലോചിച്ചെന്ന് വിഷമിക്കുന്നത്. ബാക്കി ഉള്ള എല്ലാവരും അവരൊരു അവർ ശരിക്കും പാസ്റ്റിൽ അവർ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അത് ഇന്ന് നിങ്ങൾക്കത് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു ദിവസമാണ്. അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് കാണുന്നത്. അത് ഫ്യൂച്ചറിലേക്കും കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം എത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും വളരെ കോൺഫിഡൻസോട് കൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. വളരെ പോസിറ്റീവാണ്, വളരെ ഹാപ്പിയാണ് നിങ്ങളിൽ ഏറെക്കുറെ ആൾക്കാരും. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.